ക്രിസ്തുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശ്വസിക്കാതിരിക്കുന്നുവെങ്കിൽ ഈ രാത്രിയിൽ ഈ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അതിനൊരു പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 11 മുതൽ നാം വായിക്കുമ്പോൾ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിക്കുവാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. പഴയ നിയമ യാഗം നിവർത്തിക്കുന്ന മഹാപുരോഹിതൻ താൻ നിൽക്കുന്നു എന്ന് ബൈബിൾ പറയുകയാണ്. എന്തുകൊണ്ടാണ് പഴയ നിയമ പുരോഹിതന്മാർ നിൽക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നത്? കാരണം അവിടെ പറയുകയാണ്, യാഗങ്ങൾ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് അദ്ദേഹം നിൽക്കുകയാണ്. എന്നാൽ അടുത്ത വാക്ക് ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: യേശുവോ എന്ന് ചോദിച്ചിട്ട് ബൈബിൾ പറയുകയാണ്, പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നും കൊണ്ട്. ആ വാക്ക് ശ്രദ്ധിക്കണം. പഴയ നിയമ പുരോഹിതന്മാർ യാഗം കഴിച്ചും കൊണ്ട് നിൽക്കുമ്പോൾ യേശു പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ച് എന്നേക്കും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്ക് ബൈബിൾ പറയുകയാണ്, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അപ്പോൾ യേശു യാഗം കഴിച്ചിട്ട് ഇരിക്കുകയാണ്. യേശുവിന് യാഗം കഴിച്ച ശേഷം ഇനി നിൽക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താണ്? യാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാപമോചനമാണ്. അത് യേശു കർത്താവ് താൻ ക്രൂശിൽ ചെയ്തെടുത്ത തന്റെ ശരീരമാകുന്ന പരമയാഗത്താൽ താൻ നിവർത്തിക്കുവാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ട് ഇനിമേൽ ഒരു യാഗത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ് യാഗം മനുഷ്യന് ദൈവം കൽപ്പിച്ചത്? മനുഷ്യൻ പാപിയാണ്. പാപിയായ മനുഷ്യന് തന്റെ പാപവും വഹിച്ചുകൊണ്ട് നീതിമാനായ വിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുവാനായിട്ട് കഴിയത്തില്ല. ബൈബിൾ പറയുന്നു, ദൈവം വിശുദ്ധനാകൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. അപ്പോൾ വിശുദ്ധനായ ദൈവത്തെ പാപിയായ മനുഷ്യൻ അടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തോടുകൂടെ മനുഷ്യൻ ജീവിക്കേണ്ടതിന് ആ മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി യേശു കർത്താവ് തന്റെ ശരീരത്തെ യാഗമാക്കി നമുക്ക് വേണ്ടി നൽകുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ പാപത്തിനുള്ള ദൈവത്തിന്റെ ശിക്ഷ, പാപത്തിന്റെ ശമ്പളം മരണമത്രയെന്ന് ബൈബിൾ പറയുമ്പോൾ ആ പാപത്തിന്റെ ശിക്ഷയാകുന്ന മരണം മനുഷ്യൻ വഹിച്ചേ മതിയാകത്തുള്ളൂ. അപ്പോൾ മനുഷ്യൻ അത് അനുഭവിച്ചേ മതിയാകത്തുള്ളൂ. അപ്പം പാപം പരിഹരിക്കപ്പെടാതെ ഒരിക്കലും മനുഷ്യന് നിത്യജീവനും ദൈവത്തോടൊപ്പമുള്ള വാസവും സാധ്യമല്ല. അപ്പോൾ പാപം പരിഹരിക്കപ്പെടാതെ മനുഷ്യനിലെ ആ അപൂർണത അതൊരിക്കലും മാറുവാനായിട്ടിടയായി തീരത്തില്ല. അപ്പോൾ അപൂർണതയുള്ള മനുഷ്യനെ ആ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തുവാൻ വേണ്ടി യേശു കർത്താവ് തന്റെ ദേഹമാകുന്ന തിരശീല താൻ ചീന്തുവാനായിട്ടിടയായി തീർന്നു. താൻ ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി മാറുവാനായിട്ടിടയായി തീർന്നു. പാപം പരിഹരിക്കപ്പെടാതെ ഒരിക്കലും മനുഷ്യന് ദൈവത്തോട് നിരപ്പുണ്ടാകുകയില്ല. ദൈവത്തിന് മനുഷ്യനോട് നിരപ്പുണ്ടാകുകയില്ല. അപ്പോൾ ദൈവത്തോടും മനുഷ്യനോടും ദൈവത്തിന് മനുഷ്യനോട് നിരപ്പുണ്ടാകുവാൻ, മനുഷ്യന് ദൈവത്തോട് നിരപ്പുണ്ടാകുവാൻ യേശു കർത്താവ് മാനവരാശിക്ക് വേണ്ടി യാഗമാക്കി മാറ്റപ്പെടുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ പാപം വഹിക്കുവാനും ആ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കുവാനും ഒരു പകരക്കാരൻ ആവശ്യമായി വന്നു. അപ്പോൾ യേശു കർത്താവ് എനിക്ക് പകരമായി, നിങ്ങൾക്ക് പകരമായി കാൽവരി ക്രൂശിൽ തന്റെ ശരീരമാകുന്ന യാഗം, ശരീരത്തെ നൽകിക്കൊണ്ട് നമുക്ക് വേണ്ടി യാഗമായി മാറ്റുവാനായിട്ടിടയായി തീർന്നു. പഴയ നിയമത്തിന്റെ അകത്ത് പുരോഹിതന്റെ അടുക്കലേക്ക് പാപിയായ ഒരു മനുഷ്യൻ വരുമ്പോൾ അവനൊരു പ്രാവിനെയോ ഒരു യാഗമൃഗത്തെയോ ഒക്കെ കൊണ്ടാണ് അവൻ വരുന്നത്. എന്തുകൊണ്ടാണ് ദൈവം മൃഗബലി കൽപ്പിച്ചിരുന്നത്? കാരണം മൃഗമെന്ന് പറയുന്നത് മൃഗബലി എന്ന് പറയുന്നത് അത് ഒന്നിന്റെ പ്രതീകമാണ്. എന്തിന്റെയാണ് പ്രതീകം? പാപം ഇല്ലാത്ത ഒരു ജീവൻ പാപിയായ മനുഷ്യന് വേണ്ടി അർപ്പിക്കപ്പെടുന്നതിന്റെ പ്രതീകമായിരുന്നു പഴയ നിയമത്തിന്റെ അകത്ത് ദൈവം നൽകിയ ആ യാഗങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യന്റെ പാപരഹിതമായ ഒരു ജീവന്റെ മേൽ ചുമത്തി ആ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്നതിന്റെ പ്രതീകമായിരുന്നു പഴയ നിയമത്തിൽ ദൈവം നിഴലായി കൽപ്പിച്ചിരുന്ന ആ യാഗങ്ങൾ എന്ന് പറയുന്നത്. കുറ്റമറ്റതും നിഷ്കളങ്കതുമായ ഒരു ജീവൻ മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി നൽകപ്പെടുന്നതാണ് യാഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഈ മൃഗയാഗങ്ങൾ ഒരിക്കലും മനുഷ്യന് ഒരു സമ്പൂർണത വരുത്തുന്നില്ല, ഒരു സൽഗുണപൂർത്തി വരുത്തുന്നില്ല. അത് കേവലം നിഴലായി മാത്രം നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് പഴയ നിയമ യാഗങ്ങൾ കേവലം നിഴലായി മാത്രം നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് പഴയ
നിയമ യാഗങ്ങൾക്ക് ഒരിക്കലും സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിയാതിരുന്നത്. കാരണം പഴയ നിയമ യാഗങ്ങൾ അതൊരു സാദൃശ്യമായിരുന്നു, അതൊരു നിഴലായിരുന്നു, അതൊരു പ്രതീകമായിരുന്നു, അതൊരു പ്രതിബിംബം മാത്രമായിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ ആ സൽഗുണപൂർത്തി വരുത്തുന്ന ആ യാഗത്തിലേക്കുള്ള വിരൽ ചൂണ്ടൽ ആയിരുന്നു പഴയ നിയമ യാഗങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നാം വായിച്ച എബ്രായ ലേഖനം 10:1 നാം ഇങ്ങനെ വായിച്ചത്, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ സാക്ഷാൽ സ്വരൂപം അല്ലായ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപം അല്ലായക കൊണ്ട്. അപ്പോൾ ന്യായപ്രമാണം എന്തായിരുന്നു? ന്യായപ്രമാണം വരുവാനുള്ള ഒരു നന്മയുടെ നിഴൽ മാത്രമായിരുന്നു, അത് കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചുകൊണ്ടുവരുന്ന അതേ യാഗങ്ങളാൽ സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അപ്പോൾ പഴയ നിയമ യാഗങ്ങൾ കൊണ്ട്, മൃഗബലികൾ കൊണ്ട് മനുഷ്യന് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. പഴയ നിയമ യാഗം അത് ആണ്ടുതോറും ആവർത്തിക്കപ്പെട്ടതായിരുന്നു, അത് ആണ്ടുതോറും അതേ കണ്ടിന്യൂസ് ആയിട്ട് നാം ചെയ്യേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് അതേ എബ്രായ ലേഖനം 10:2 ബൈബിൾ ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ ആരാധനക്കാർക്ക് തൃപ്തി വന്ന ശേഷം യാഗം കഴിക്കുന്നു നിന്നുപോകയില്ലയോ. അപ്പൊ പഴയ നിയമ യാഗങ്ങൾ നിന്നുപോയില്ല, അത് ആണ്ടുതോറും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതേ മാനവരാശിയുടെ പാപത്തിന്റെ ശാശ്വത പരിഹാരത്തിനു വേണ്ടി അതേ പഴയ നിയമ യാഗങ്ങൾക്ക് മനുഷ്യന്റെ ആ പാപത്തിന് ശാശ്വത പരിഹാരം വരുത്തുവാൻ കഴിയാതിരുന്നപ്പോൾ യേശു കർത്താവ് മനുഷ്യന്റെ പാപം പരിഹരിക്കുവാൻ വേണ്ടി, മനുഷ്യനെ നീതിമാനാക്കി മാറ്റുവാൻ വേണ്ടി ഒരിക്കലായിട്ട് തന്റെ ശരീരത്തെ യാഗമാക്കി നമുക്ക് വേണ്ടി നൽകുവാനായിട്ടായി തീർന്നു. മൃഗങ്ങളുടെ യാഗങ്ങളാൽ ഒരു നാളും പാപം പരിഹരിക്കപ്പെട്ടിരുന്നില്ല. കാര്യം ബൈബിൾ പറയുകയാണ്, എബ്രായ ലേഖനം 10:4 കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അപ്പോൾ മൃഗങ്ങളുടെ രക്തത്തിന് പാപങ്ങളെ നീക്കാൻ കഴിയാതിരുന്നപ്പോൾ ആ എബ്രായ ലേഖനം 10:11 ബൈബിൾ പറയുകയാണ്, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ പാപങ്ങളെ പരിഹരിക്കുവാൻ ഒരു നാളും കഴിയാത്തതാണ് ഏത് പഴയ നിയമ യാഗങ്ങൾ. എന്നാൽ എബ്രായ ലേഖനം 9:9 ബൈബിൾ പറയുകയാണ്, ആ കൂടാരം ഈ കാലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സാദൃശ്യമാണ്. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അപ്പോൾ പഴയ നിയമ യാഗങ്ങൾക്ക് ഒരിക്കലും പൂർണ്ണ സമാധാനം മനുഷ്യന്റെ ഉള്ളിൽ നൽകാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് ബൈബിൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അത് കേവലം നിഴലായി മാത്രം നിന്നപ്പോൾ. അപ്പോൾ ഇനി നോക്കി, ഇനി മൃഗബലിയുടെ അല്ലെങ്കിൽ പഴയ നിയമ യാഗത്തിന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്, അതിന് മനുഷ്യന്റെ പാപങ്ങളെ എന്നേക്കുമായി അല്ലെങ്കിൽ എന്നേക്കുമായി നീക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആ പഴയ നിയമ യാഗത്തിന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. അപ്പോൾ മൃഗയാഗത്താൽ പാപം നീക്കപ്പെടാത്തതിന്റെ അടുത്ത കാരണമെന്ന് പറയുന്നത്, പ്രകൃതി കൊണ്ട് മൃഗം മനുഷ്യനിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ്. മൃഗത്തിന് ശരീരവും ജീവനും മാത്രമേ ഉള്ളൂ, മൃഗത്തിനൊരു ആത്മാവില്ല. എന്നാൽ മനുഷ്യന് ആത്മാവും പ്രാണനും ദേഹവും ഉണ്ട്. മനുഷ്യൻ മൃഗത്തിൽ നിന്നും വളരെ വ്യത്യസ്തനാണ്. മനുഷ്യന് മാത്രമാണ് ആത്മാവുള്ളത്, മനുഷ്യൻ മൃഗത്തിന് ആത്മാവില്ല, അവന് ശരീരവും ജീവനും മാത്രമേ ഉള്ളൂ. ഒരു മൃഗം മരിച്ചാൽ ഇവിടം കൊണ്ട് തീർന്നു. എന്നാൽ മനുഷ്യന് ഒരു ആത്മാവുണ്ട്, ആത്മാവും പ്രാണനും ദേഹവുമുള്ള ഒരു വിശേഷതയുള്ള ദൈവത്തിന്റെ കരവിരുത്, ദൈവസൃഷ്ടിയുടെ മണിമകടമാണ് മനുഷ്യൻ. അപ്പോൾ മൃഗവും മനുഷ്യനും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. മൃഗത്തിന് ആത്മാവില്ല. എന്നാൽ മനുഷ്യന്റെ ആത്മാവിന്റെ ശുദ്ധീകരണമാണ് ശരിക്കും പറഞ്ഞാൽ പാപമോചനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആത്മാവില്ലാത്ത മൃഗത്തെ കൊണ്ട്, ആത്മാവില്ലാത്ത മൃഗത്തിന്റെ രക്തം ചീന്തുന്നത് കൊണ്ട്, ആ യാഗം കൊണ്ട് ഒരു നാളും മനുഷ്യന്റെ പാപത്തിന് ഒരു പൂർത്തി വരുത്തുവാൻ കഴിഞ്ഞില്ല. ഇനി അടുത്തത്, മൃഗം ഒരിക്കലും സ്വമേധയാ നമുക്ക് വേണ്ടി യാഗമായി മാറ്റപ്പെടുന്നില്ല. പാപിയായ മനുഷ്യന് വേണ്ടി ഞാൻ മരിച്ചു കൊള്ളാന്ന് പറഞ്ഞ് ഒരു മൃഗവും മുന്നോട്ട് വന്ന് മരിക്കുന്നില്ല. മനുഷ്യൻ അതിനെന്ത് ചെയ്യുകയാണ്, അത് നിർബന്ധത്താൽ അല്ലെങ്കിൽ മനുഷ്യൻ യാഗം കഴിക്കുകയാണ്, യാഗമാക്കുകയാണ്. അപ്പോൾ ഒരിക്കലും സ്വമേധയാ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി യാഗമാക്കപ്പെടുവാൻ ഒരു മൃഗത്തിനും സാധിക്കുന്നതുമല്ല. ഇനി ഈ ഭൂമിയിലെ മൃഗങ്ങളല്ല, നമുക്കറിയാം, നാം വസിക്കുന്ന ഈ ഭൂമി, ആദാം ഹവ്വമാർ പാപം ചെയ്തപ്പോൾ ശാപത്തിന് അധീനമായി മാറിയതാണ് ഈ ഭൂമി. അപ്പോൾ ഭൂമിയിൽ വസിക്കുന്ന മൃഗമാകട്ടെ, സസ്യമാകട്ടെ, സമുദ്രത്തിലെ മത്സ്യങ്ങളാകട്ടെ, മനുഷ്യൻ ആരും, ഇതെല്ലാം ഭൂമിയിൽ വസിക്കുന്ന സകലവും ശപിക്കപ്പെട്ടതായി മാറ്റപ്പെട്ടതാണ്. അപ്പോൾ ശാപമില്ലാത്ത, ശാപഗ്രസ്തമല്ലാത്ത, പാപമില്ലാത്ത നിർമ്മലമായ ഒരു ജീവൻ, ഒരു രക്തം മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഊറ്റപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്,
അതെ, എബ്രായ ലേഖനം 10:7 വരുമ്പോൾ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു കർത്താവ് ഈ താണഭൂമിയിലേക്ക് വരികയാണ്. യേശു കർത്താവ് പാപത്തിനു വേണ്ടി ഒരേ ഒരു യാഗമർപ്പിക്കുവാനായിട്ടിടയായി തീർന്നു. യേശു ക്രിസ്തുവിന്റെ സമ്പൂർണ്ണ യാഗം സകല ശത്രുവിന്മേലും വിജയം കൊണ്ടാടി പാപത്തെ എന്നേക്കുമായി പരിഹരിക്കുവാനായിട്ടിടയായി തീർന്നു. മനുഷ്യന്റെ പാപം നിമിത്തം മനുഷ്യന്റെ ജീവിതത്തിന്റെ അവിടെ നമ്മൾ സകല ശത്രുക്കളെയും കീഴടക്കി എന്ന് പറയുമ്പോൾ പാപം മൂലം മനുഷ്യനെ കീഴടക്കിയ ശത്രുക്കളാണ്. ഒന്നാമതായിട്ട് പാപം മൂലം മനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്ത് രോഗം കടന്നു വന്നു, ദുഷ്ടാത്മാക്കൾ പിശാച് അവന്റെ ജീവിതത്തിൽ പിശാച് പ്രതികൂലമായിട്ട് കടന്നു വന്നു, മരണം അവന്റെ ജീവിതത്തിന്റെ അകത്തേക്ക് കടന്നു വന്നു, ഭയം അവന്റെ ജീവിതത്തിന്റെ അകത്തേക്ക് കടന്നു വന്നു. അപ്പോൾ ഭയം, മരണം, അതേ പിശാച് അല്ലെങ്കിൽ ഇതെല്ലാം രോഗം, പാപം, ഇതെല്ലാം മനുഷ്യന്റെ ശത്രുക്കളാണ്. അപ്പോൾ യേശുവിന്റെ ക്രൂശിലെ യാഗം ഈ ശത്രുക്കളെ എല്ലാം അമ്പെ പരാജയപ്പെടുത്തുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ യേശു കർത്താവ് തന്റെ ക്രൂശ് മരണത്താൽ നമ്മെ ജയാളികളാക്കി മാറ്റുവാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ക്രിസ്തുവേശു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അതെ, ക്രിസ്തുവേശുവിൽ എപ്പോഴും നമ്മെ ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും നമ്മെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മനുഷ്യന്റെ സകല ശത്രുക്കളെയും, മനുഷ്യനെ പരാജയപ്പെടുത്തി അവനെ പരാജയപ്പെടുത്തിക്കൊണ്ടിരുന്ന സകല മേഖലകളെയും കാൽവരി ക്രൂശിൽ യേശു കർത്താവ് ജയിക്കുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ ആ വിജയത്തിനു വേണ്ടി യേശു കർത്താവിനെ നമുക്ക് വേണ്ടി നൽകുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ ഏകയാഗത്താൽ യേശു വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുകയാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. അപ്പോൾ യേശു കർത്താവിലാണ് ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിച്ചത്. അപ്പോൾ ദൈവം സകല സൽഗുണങ്ങളുടെയും ഉറവിടമാണ്. ദൈവം സൽഗുണങ്ങൾ കൊണ്ട് സമ്പൂർണനാണ്. ആ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിച്ചത് യേശു കർത്താവിലായിരുന്നു. അപ്പോൾ യേശു കർത്താവ് സമ്പൂർണനായിരുന്നു. അപ്പോൾ ആ സമ്പൂർണനായ യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുവാനായിട്ടിടയായി തീർന്നു. അവൻ നീതിയിൽ സമ്പൂർണനായിരുന്നു, അവൻ വിശുദ്ധിയിൽ സമ്പൂർണനായിരുന്നു, അവൻ ക്ഷമയിൽ സമ്പൂർണനായിരുന്നു, അവൻ സ്നേഹത്തിൽ സമ്പൂർണനായിരുന്നു, അവൻ കരുണയിൽ സമ്പൂർണനായിരുന്നു. എല്ലാറ്റിന്റെയും സമ്പൂർണതയാണ് ദൈവം. ആ ദൈവത്തിന്റെ സമ്പൂർണത ദേഹരൂപമായി വസിച്ചത് ക്രിസ്തുവിലായിരുന്നു. ആ ക്രിസ്തു നമുക്ക് വേണ്ടി ആ യാഗമായി മാറ്റപ്പെടുവാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം നാം പഠിക്കുമ്പോൾ ബൈബിൾ പറയുകയാണ്, അവൻ ദൈവരൂപത്തിലിരിക്കെ, അപ്പോൾ ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ താണഭൂമിയിലേക്ക് വരുവാനായിട്ടിടയായി തീർന്നു. കൊലോസ്യ ലേഖനം 2:10 എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പൂർണ്ണരായിരിക്കുന്നു. യു ആർ കംപ്ലീറ്റ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിൽ പൂർണ്ണരാണ്. തല ക്രിസ്തുവാണ്, ശരീരം ക്രിസ്തുവിന്റെ, അതെ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. അപ്പോൾ തലയായ അവനിൽ, തല ക്രിസ്തുവാണെങ്കിൽ, സഭ ക്രിസ്തുവിന്റെ ശരീരമാണെങ്കിൽ, ഞാനും നിങ്ങളും ആ ദൈവസഭയാണെങ്കിൽ, ഞാനും നിങ്ങളും ക്രിസ്തുവിൽ അതെ പരിപൂർണരാണെന്ന്, പൂർണ്ണരാണെന്ന് ബൈബിൾ പറയുകയാണ്. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 1:27 ബൈബിൾ പറയുന്നത്, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടതിന്. അപ്പോൾ സുവിശേഷത്തിന്റെ ഏറ്റവും കാതലായ ലക്ഷ്യമെന്ന് പറയുന്നത് സകലരെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. അപ്പോൾ യേശു ഒരിക്കൽ കഴിച്ച യാഗത്താൽ നമ്മെ അവൻ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ ദൈവവും ഭാഗം നിൽക്കുന്ന നമുക്ക് അത് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് അത് ദൈവം ഒരു അനുഗ്രഹങ്ങളെ നൽകുവാനായിട്ടിടയായി തീരും. അങ്ങനെ നീതീകരിക്കപ്പെട്ട ഒരുവന്, പാപിയായ നാം ആ ക്രിസ്തുവിന്റെ യാഗമരണത്തിൽ വിശ്വസിക്കുക മൂലം അവന്റെ രക്തത്താൽ, വിശ്വാസത്താൽ, ദൈവകൃപയാൽ നീതീകരിക്കപ്പെട്ടു. അങ്ങനെ നീതീകരിക്കപ്പെട്ട നാം എങ്ങനെയാണ് വീണ്ടും പിന്നീട് ആരാധിക്കേണ്ടതെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അത് പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാൻ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 74-ാം വാക്യത്തിന്റെ അകത്താണ് അങ്ങനെ നീതീകരിക്കപ്പെട്ട നാം ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്. ബൈബിൾ പറയുന്നു, നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന്. പഴയ നിയമ ആരാധനകളെല്ലാം ഭയത്തോടെയായിരുന്നപ്പോൾ, അപ്പോൾ പുതിയ നിയമ ആരാധകൻ ഭയം കൂടാതെ ദൈവത്തെ ആരാധിപ്പാൻ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറയുന്നത്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്ത് ചെല്ലുക. ഈ ദിവസങ്ങളിൽ ധൈര്യത്തോടെ ഒരു മകൻ എന്ന ആ പദവിയിൽ നിന്നുകൊണ്ട്, ഒരു മകൾ എന്ന പദവിയിൽ നിന്നുകൊണ്ട് ധൈര്യത്തോടെ ആ ദൈവസാന്നിധ്യത്തിലേക്ക് കയറി ചെന്ന് ദൈവത്തോട് നമ്മുടെ ആവശ്യം
സന്ദേശങ്ങളെ അറിയിക്കാം. തത്സമയത്ത് ദൈവത്തിന്റെ കൃപ നമ്മിൽ വ്യാപരിക്കുവാനായിട്ടിടയായി തീരും. ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരാണ്, ക്രിസ്തുവിൽ നിങ്ങൾ നീതീകരിക്കപ്പെട്ടവരാണ്. അങ്ങനെ നീതീകരിക്കപ്പെട്ട നിങ്ങളുടെ പ്രാർത്ഥനകളുടെ മറുപടികൾ വേഗത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തുവാനായിട്ടിടയായി തീരും. ആ ഒരു ബോധ്യത്തിൽ ആ പാപത്തിന്റെ ചിന്ത വെടിഞ്ഞു കളഞ്ഞ് ക്രിസ്തുവിൽ ഞാൻ നീതിമാനാണ്, യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവനാണെന്ന ബോധ്യത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.